വി.ഡി. സതീശൻ സാധാരണ പറയുന്നത് എല്ലാം നുണയാണ് എന്ന നല്ല ബോധ്യം ഞങ്ങൾക്കുണ്ട്, അങ്ങനെ ഉണ്ട്. എന്നാലും പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വീണ്ടും പറഞ്ഞതാണല്ലോ. ആ സിനിമയിൽ സലീം കുമാർ പറയുന്നുണ്ട് ബിരിയാണി കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞേക്കുന്നുണ്ട്. ആളുകളെ ആവർത്തിച്ച് പറയാണ്. ഈ ഗീബൽസിന്റെ ഒക്കെ നുണകളെ പോലെ ഇതിങ്ങനെ ആവർത്തിച്ച് പറയാണ് വി.ഡി. സതീശൻ. ആവട്ടെ, ഞങ്ങൾ പോയി വയനാട്ടിലേക്ക് ഇവര് വാങ്ങി എന്ന് പറയുന്ന ആ പ്രദേശത്തേക്ക് ലൈവ് ഇട്ടുകൊണ്ട്, ഫേസ്ബുക്കിൽ ലൈവ് ഇട്ടുകൊണ്ട് ഞങ്ങൾ ഡിവൈഎഫ്ഐക്കാർ പോയി. മാധ്യമങ്ങളിൽ പലരും എത്തി. ഞങ്ങൾ അതിന്റെ പുറത്തു നിന്ന് ആ ദൃശ്യമൊക്കെ കാണിച്ചു. അവിടെ ഒരു പണിയും നടന്നില്ല. പണി നടന്നില്ല എന്ന് മാത്രമല്ല, ഒരു വീട് പണി നടത്തണമെങ്കിൽ ഇതുപോലെ കുടിലല്ലല്ലോ. എന്തൊക്കെ പെർമിഷനുകൾ എടുക്കണം? അവിടെ അവർ ഭരിക്കുന്ന പഞ്ചായത്ത്, മേപ്പാടി പഞ്ചായത്ത് അപേക്ഷ കൊടുത്തോ? ഒരു വെള്ള പേപ്പറിലെങ്കിലും അപേക്ഷ കൊടുക്കണ്ടോ? അതുപോലും കൊടുക്കാതെ ഈ പൊതുസമൂഹത്തെ പറഞ്ഞ് കബളിപ്പിക്കുകയായിരുന്നു വി.ഡി. സതീശൻ, ഒരു നാണവുമില്ലാതെ. അങ്ങനെ ഞങ്ങൾ അതിന്റെ മുന്നിൽ കുടിൽ കെട്ടി വന്നു, ഒരു സമരമായി, ഒരു പ്രതീകാത്മകമായി. കാരണം ഈ കേരളത്തിന്റെ ആകെ ശ്രദ്ധയിലേക്ക് ഇത് കൊണ്ടുവരണം. ഒരു കാട്ടുകൊള്ളയാണ് ഈ വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് എന്ന് ഈ നാടിനെ ബോധിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം ഒരു സംഘടന എന്നുള്ള നിലക്ക് ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ കുടിൽ കെട്ടി പ്രതീകാത്മകമായി ഒരു സമരം നടത്തിയത്. ഞങ്ങൾക്ക് പറ്റാവുന്നിടത്തെല്ലാം ഇതുപോലെയുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ച് സമൂഹത്തിന്റെ മുമ്പിൽ ഇത് പറയും എന്ന് പറഞ്ഞു. അപ്പോ നിങ്ങൾ മാധ്യമ പ്രവർത്തകർ ചോദിച്ചു ഈ പ്രതിപക്ഷ നേതാവിനോട്, അവിടെ ഡിവൈഎഫ്ഐക്കാരൻ കുടില് കെട്ടി സമരം ചെയ്യുന്നു എന്ന്. അപ്പൊ എന്താ പറഞ്ഞത്? അടിച്ചിറക്കും അവിടെ നിന്നാ, അടിച്ചിറക്കുന്നു ഡിവൈഎഫ്ഐക്കാരെ. ആവട്ടെ, പ്രതിപക്ഷ നേതാവേ, നിങ്ങൾ അടിച്ചാലും നിങ്ങൾ കൊന്നാലും നിങ്ങളുടെ എല്ലാ തോന്നിവാസങ്ങളും ചോദ്യങ്ങളായി ഈ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഞങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. മരിച്ചു വീഴേണ്ടി വന്നാലും, നിങ്ങളുടെ ഗുണ്ടകളുടെ അക്രമങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നാലും ഈ ചോദ്യങ്ങൾ ഞങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. നുണ പറഞ്ഞ് നിങ്ങൾ